60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ബൈന 60 വ 70, 60-ന്റെയും 70-ന്റെയും ഇടയിൽ. ഇതൊരു വേള മനുഷ്യൻ ചിന്തിച്ചാൽ അവന്റെ കുടുംബങ്ങളിലുള്ളതാകുന്ന ശൈഥില്യങ്ങൾ അവൻ തീർച്ചയായും ഇല്ലാതാക്കാൻ പരിശ്രമിക്കും. കുടുംബ വഴക്കുകൾ ഉണ്ടാവൂല. വൈവാഹിക ജീവിതം നന്നായി കൊണ്ടുപോകാൻ അവൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അവൻ്റെ മഹല്ലത്തുകളിൽ, അവൻ്റെ സമുദായത്തിൽ, അവൻ്റെ വീടിൻ്റെ അന്തരീക്ഷങ്ങളിൽ, അവൻ്റെ മക്കളോടുള്ള സമീപനത്തിൽ, അവൻ്റെ ഭാര്യയോടുള്ളതാകുന്ന സാമീപ്യത്തിൽ എല്ലാം ഒരു വേള ഇസ്ലാമികമാകുന്ന ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ മുഅ്മിൻ തയ്യാറായിത്തീരും തീർച്ചയാണ്. പക്ഷേ അവൻ അടിവരയിടേണ്ടത് വളരെ കുറഞ്ഞ കാലഘട്ട ജീവിതമേ എനിക്കുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഉറപ്പിച്ചവൻ്റെ ജീവിതത്തിൽ നന്മ തന്നെ കടന്നു വരും. കാരണം അവൻ്റെ മനസ്സിൽ എപ്പോഴും സദാ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ആയുസ്സേയുള്ളൂ, 60-70 ഈ വിശ്വാസം ഉറപ്പിച്ച മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, മുത്തുനബിയുടെ ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവൻ നന്മയാർന്ന പ്രവർത്തനങ്ങളെ ചെയ്യൂ. 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോൾ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങുമ്പോൾ ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ അവൻ ശ്രദ്ധ പതിപ്പിക്കും. അവൻ്റെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ മക്കൾ അനുസരിക്കും. മക്കൾ മുതിർന്നവരോട് ബഹുമാനമുള്ളവരാകും. കുട്ടികളോട് കരുണയുള്ളവരായി മനുഷ്യന്മാർ മാറിത്തീരും. കുറഞ്ഞ കാലഘട്ട ജീവിതമുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസവും നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവൻ മുന്നോട്ട് കരുതലോടുകൂടി നീങ്ങും, ഉറപ്പാണ്. പക്ഷേ ഈ ഒരു വിശ്വാസം നമ്മളിൽ രൂഢമൂലമാകണം. ഈ വിശ്വാസം ഉറപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മരണമുണ്ടോ എന്ന വേളയിലാണ് മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഈ ദുനിയാവിൽ ശാശ്വതനാണ് എന്ന വേളയിലുള്ള ജീവിതമാണ് അവൻ മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം താറുമാറാകുന്നത്. നമസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, ഉംറയില്ല, ജീവിതത്തിൽ ഒരു സുഹൃതവുമില്ല. പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ തയ്യാറാവാത്ത മുസ്ലിമായി, നിരാലംബർക്ക് അവലംബമാകാത്ത, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാത്തതാകുന്ന മുസൽമാനായി അധപ്പതനത്തിൻ്റെ ആഴിയിലേക്ക് മാനവൻ കൂപ്പുകുത്താനുള്ള കാരണം അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ളതാകുന്ന വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആകത്തുക പറഞ്ഞു വരുന്നത്. മരണമെന്നുള്ള യാഥാർത്ഥ്യ മുഖത്തെ മനുഷ്യൻ മറച്ചു വെക്കുകയാണ്. സ്വന്തം പിതാവ് മരണപ്പെട്ട് കിടക്കുമ്പോഴും വാപ്പയുടേതാകുന്ന മയ്യത്തിൻ്റെതാകുന്ന വീഡിയോ രംഗങ്ങൾ മാനവർക്ക് കാണിച്ചു കൊടുക്കാൻ ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നതാകുന്ന മക്കളുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ ഇതേപോലെ 3 തുണി കഫം പുടവ ചുറ്റിയിട്ട് എന്നെയും വീടിൻ്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്ന് കടത്തപ്പെടുമെന്നുള്ള മനുഷ്യൻ്റെ വിചാരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അവൻ വിശുദ്ധമായ ഖുർആൻ ഓതുകയും തൻ്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി അല്ലെങ്കിൽ മാതാവിന് വേണ്ടി മരണപ്പെട്ടു പോയ സഹോദര സഹോദരിമാർക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഓതി തീർക്കാം, ചെയ്തു തീർക്കാം എന്നുള്ളതാകുന്ന ആ ഒരു സമയം അവൻ ഉപയോഗപ്പെടുത്തുന്നതിലുപരി മോശപ്പെട്ടതാകുന്ന ശൈലികളിലേക്ക് മാനവൻ എഴുതിത്തള്ളാനുള്ള കാരണം ഇത് തന്നെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കും എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ലോകത്തില്ലാത്ത അവസ്ഥ കടന്നു വരുമേ. അന്നാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹ് പറയാൻ ഒരൊറ്റ ഒരുത്തനുണ്ടാവൂല. അപ്പൊ ഈ ലോകം അവസാനിക്കും. അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ റാത്തീബിലൊക്കെ അവസാന ഭാഗത്തുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് എന്തേലും അല്ലാഹു 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 അല്ലാഹ്. ഈ നാമം വിളിക്കാതെ, ഈ നാമം ഉച്ചരിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഈ ലോകം എന്ന് എത്തിപ്പെടുന്നു. ലോകാവസാനമാണ്, ലോകാവസാനമാണ്. കേട്ടിട്ടുണ്ടോ റാത്തീബിൽ? അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഫാത്തി വിളിക്കുമ്പോഴാണ് ഉസ്താദ് സാധാരണ വന്ന് സദസ്സിലിരിക്കാറുള്ളത്. അപ്പോഴാണ് നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ വിളമ്പൽ. എല്ലാം കഴിയുമ്പോഴാണ് നമ്മള് അല്ലാഹ് എന്നുള്ള വിളിയാണ് നമ്മുടെ എന്ത് അടയാളം. റാത്തീബ് തീരാറായി എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണ്. എല്ലാം തീരാറായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അണയാൻ പോവാൻ. ഇനിയെങ്കിലും കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പടച്ചവനെ വിളിച്ചു നിന്നോളി. ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഇതൊക്കെ ചെല്ലണം, അപ്പോഴാ മോമിനിങ് ആവുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. തിരുവനന്തപുരം ജില്ലയിലെ പെരുമാതുറയിൽ പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികളെ, സഹോദരന്മാരെ, പഠിച്ചു വെക്കേണ്ട ആയത്താണ്. അലി ഇമ്രാൻ സൂക്തമാണ്. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഒരാള് പോലും ഈ ലോകത്ത് മരിക്കാതിരിക്കൂല. എല്ലാവരും മരണത്തെ രുചി അറിയും. ഒരാള് പോലും മരണത്തിൽ നിന്ന് മുക്തനല്ല. ആരാ ഈ ലോകത്ത് മരിക്കാത്തവരായിട്ടുള്ളത്? അങ്ങനെ ഈ ലോകത്ത് അവശേഷിക്കുമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് അവശേഷിക്കും. കാരണം ആ പ്രവാചകർക്ക് വേണ്ടിയാണ് ഈ ഉലകം തന്നെ പടക്കപ്പെട്ടത് എന്നാണ് ഹദീസ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി. ഇനി കീടങ്ങളാകുന്ന നമ്മൾ അവശേഷിക്കാൻ ഈ ലോകം ഇല്ലാതാകാൻ പോകുന്നു. ഈ ലോകത്തിന്റെ എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇല്ലാതാകും. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ തന്നെ തുടർന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും മനുഷ്യ മാനവ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിങ്ങൾ ചെയ്തു വെച്ചതാകുന്ന സകല നന്മകളുടെയും തിന്മകളുടെയും പ്രതിഫലം പൂർത്തീകരിച്ച് നൽകുന്നതാണ്. ഈ ദുനിയാവിൽ നമസ്കരിച്ചവനാണോ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവനാണോ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവനാണോ, ഈ ദുനിയാവിൽ ഹജ്ജും ഉംറയും ചെയ്തവനാണോ, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, ഈ ദുനിയാവിൽ നിരാലംബര കവലംബമായവനാണോ, ഈ ദുനിയാവിൽ നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവനാണോ, ഈ ദുനിയാവിൽ യതീം ഖാനകളിൽ യതീം മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകിയവനാണോ, ഈ ദുനിയാവിൽ പാവപ്പെട്ട വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവനാണോ, ഈ ദുനിയാവിൽ പാവപ്പെട്ടതാകുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചവനാണോ, നമസ്കാരവും ഇബാദത്തുകളുമെല്ലാം കണിശത വെച്ചുകൊണ്ട് നിലകൊണ്ടവനാണോ, എല്ലാ നന്മ തിന്മകളുടെയും പ്രതിഫലം അല്ലാഹു പൂർത്തീകരിച്ച് നൽകുന്നത് നാളെ ഖിയാമത്ത് നാളിലാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന ഏത് നന്മയാകട്ടെ, ഏത് തിന്മയുടെ ഭാഗമാകട്ടെ, നീ കള്ളു കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും സിനിമ കണ്ടവനാണെങ്കിലും സീരിയൽ കണ്ടവളാണെങ്കിലും മോശപ്പെട്ട ജീവിതം
ജീവിതം നയിച്ചവളാണോ? മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത ജീവിതം നയിച്ച മക്കളാണോ? ആ മാതാപിതാക്കളെ തള്ളി ഇറക്കി വിട്ടതായ മക്കളാണോ? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു പരിപൂർണമായി നൽകുക നാളെ ഖിയാമത്ത് നാളിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഫമൻ സുഹ്സിഹ അനിൻ നാർ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരൊരുവനെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ഡത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട ജീവിതം നയിക്കാൻ ആരൊരുവന് സാധ്യമായിട്ടുണ്ടോ? 1000 വർഷം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകം അതിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുത്തപ്പോ വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിച്ചുവത്രേ. അതിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. നഊദു ബില്ലാഹ്. 3000 കൊല്ലം 1000 കൊല്ലം കത്തിച്ചതായ നരകം വല്ലാതെ ചുവന്നു തുടുത്തപ്പോ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചിട്ട് അതിന്റെ നിറം അല്ലാഹു മാറ്റി വെളുപ്പാക്കിയെടുക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ചിട്ട് അതിന്റെ നിറം വല്ലാതെ അല്ലാഹു മാറ്റിയെടുക്കുകയാണ്. ഹത്ത സുവദ്ദത്ത്, ആ നിറം വല്ലാതെ കറുത്തുപോയി. സാബ വഹിയ സൗദാഉൻ മുള്ളിമാ, ഇരുൾ മുത്തിയതാകുന്ന നരകമാണ് സാബ. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുകയാണ്. 3000 കൊല്ലം നിരന്തരമായി നരകത്തെ അല്ലാഹു കത്തിച്ചിട്ട് ആ നരകത്തിന്റെ നിറം കറുപ്പായി മാറിപ്പോയി. സാബ ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിൽ നിന്ന് ആരൊരുവനും വിദൂരമാക്കപ്പെടാൻ സാധ്യതയുണ്ടായിട്ടുണ്ട്. വൗദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗപ്രവേശനത്തിന് കാരണക്കാരനാകാൻ അവന് സൗഭാഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ടോ? നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുക മാത്രമല്ല സ്വർഗത്തിന്റെ പ്രവേശനത്തിനും സാധ്യമായിട്ടുണ്ടോ? ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവൻ വിജയശ്രീലാളിതനാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അവനാണ് വിജയിച്ചവൻ. ഈ ദുനിയാവിൽ പത്മഭൂഷണമോ അല്ലെങ്കിൽ മറ്റുള്ളതാകുന്ന ബിരുദമോ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ വിജയി ആരൻ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗപ്രവേശനത്തിന് ആർക്കെങ്കിലും സാധ്യമാകുകയും ചെയ്താൽ, സ്വർഗത്തിന്റെ മനോഹരമാക്കപ്പെട്ട 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യത ലഭിച്ചവനാണ് ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചവൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഈ ദൈനംദിന ജീവിതം കൊണ്ട് ഇപ്പം 30, 40, 50, 60, 70 വയസ്സൊക്കെ എത്തിയവർ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടല്ലോ. ഈ സദസ്സിൽ പെരുമാതുറ സെൻട്രൽ ജമാഅത്തിന്റെ മുൻഭാഗങ്ങളിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികൾ, സഹോദര സഹോദരിമാർ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഇക്കാലം അത്രയും ഉള്ളതാകുന്ന അമലുകളെന്ന് ചേർത്ത് വെച്ച് നോക്കി. ഈ പറഞ്ഞതാകുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ തയ്യാറായിട്ടുള്ളവരാണോ? നരകം നിങ്ങളിൽ നിന്ന് മുക്തത നേടിയിട്ടുണ്ടോ? സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാകുന്ന അമലുകൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇന്ന് മരിച്ചാൽ, ഈ സെക്കൻഡിൽ മരണപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. എല്ലാവരുടെയും മനസ്സിന്റെ അകത്തലത്തിലുണ്ട്, തീർച്ചയായിട്ടും അള്ളാഹു കാലെ പിടിച്ച് നരകത്തിലിടും. ആ കോലത്തിലാണ് പോക്ക്, അല്ലേ? ആണോ അല്ലയോ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നല്ല ഉറപ്പ് വേണം. അമല് കൊണ്ട് ഉറപ്പുള്ള എത്ര പേര്? അവനുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ വേണം. മോമിനായ മനുഷ്യൻ അങ്ങനെ വേണം. എപ്പോഴും പ്രതീക്ഷയും വേണം, പ്രത്യാശയും വേണം, എപ്പോഴും വേണം. അത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവനെന്താ ചോദിച്ചതെന്ന് പോലും അറിഞ്ഞില്ലായിരിക്കും ചിലപ്പോൾ. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. സ്വർഗം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, മക്കളുടെ പ്രതീക്ഷയാണ്, അവർ കൈ ഉയർത്തും. അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം
സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ് അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹിഫ്ളിലും ഹിമായത്തിലുമായി നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു വഴിമാറ്റി തരട്ടെ. സ്വർഗത്തെക്കുറിച്ച് മഹാനുഭാവന് പാടുകയാണ്. അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് ഇരിപ്പിടം തരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നം വേണം. ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വിജയിച്ചവനവനാൻ, ആഖിറത്തിലും വിജയിച്ചവനവനാൻ. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തെ തൊട്ട് വിദൂരമാക്കുന്ന പ്രവർത്തനങ്ങളുമായി ഈ ദുനിയാവിൽ നടന്നു നീങ്ങിയവനാണോ? വൗദ്ഖിലൽ ജന്ന, സ്വർഗ പ്രവേശനത്തിന് സാധ്യമായിട്ടുണ്ടോ? ഫഖദ് ഫാസ, അവനാണ് വിജയിച്ചവൻ. എന്തുകൊണ്ട്? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് കേവലം വഞ്ചനയാണ്, വഞ്ചനയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്നത് കേവലം വഞ്ചനയുടെ ലോകമാണ്. ഖുർആനാണ് പറഞ്ഞത്. നിന്നെ വഞ്ചിക്കാൻ, നിന്റെ ആരോഗ്യത്തെയും നിന്റെ ജീവിതവും നീ മനസ്സിലാക്കിക്കോ. ഈ ദുനിയാവിന് വേണ്ടി നീ കഷ്ടപ്പെടുകയാണെങ്കിൽ, ദുനിയാവിന് വേണ്ടിയാണ് നിന്റെ ജീവിതമെങ്കിൽ, ദുനിയാവ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ ലോകമാണ്. ഖുർആൻ പറയാ, ഇവിടെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പാണ്. തട്ടിപ്പും വെട്ടിപ്പും അല്ലാതെ ആരും ഇവിടെ പൈസ ഉണ്ടാക്കുന്നില്ല. നേരെ മാർഗത്തിലൊന്നും ഇവിടെ ആരും പണം ഉണ്ടാക്കുന്നില്ല, അല്ലേ? 5 കൊല്ലം ഗൾഫിൽ പോയി 25 കൊല്ലം ഗൾഫിൽ കിടന്നാലും കിട്ടുന്ന പണമാണ് ഈ 5 കൊല്ലം കൊണ്ട് ഒപ്പിച്ചുകൊണ്ട് വന്ന് വലിയ മണിമാളികൾ വെക്കുന്നവർ പല ആളുകൾ. ആരുമല്ല. അള്ളാഹു നമ്മുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉണ്ടാക്കുന്ന സമ്പാദ്യം അത് അവിടെ പോണമെന്നില്ല, നാട്ടിൽ തന്നെയാണെങ്കിലും ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥതയില്ല. യജമാനൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അവന്റെ പൈസ അടിച്ചു മാറ്റുക, ഏതെങ്കിലും വിധേനെ വളഞ്ഞ വഴിയിൽ പൈസ ഒപ്പിക്കുക. ലോട്ടറി അടിക്കുന്നു, ബിഗ് ടിക്കറ്റ് കടിക്കുന്നു, 52 ലക്ഷം 85 ലക്ഷം. അല്ല, നമുക്ക് കിട്ടുന്നില്ലല്ലോ, 1.5 കോടി രൂപ. എന്തേ നമുക്ക് കിട്ടാത്തത്? എന്നാ ഒന്ന് എടുത്തു നോക്കാം. അതിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല. വഞ്ചനയുടെ ലോകമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്, വഞ്ചനയുടെ ലോകമാണ്. ആ ദുനിയാവിന്റെ പിറകെ നീ ഓടരുതേ, ഓടരുതേ. ദുനിയാവിന്റെ പിറകെ നീ പോകരുത്. വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ ഫറാറത്തുൻ ത്വയ്യാറാ വഹിയ ത്വയ്യാറാ. ബഹുമാനപ്പെട്ടവർ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹനീയമാകുന്ന ഗ്രന്ഥത്തിൽ ദുനിയാവിനെ കുറിച്ച് വിശാലമായി പ്രതിപാദിക്കുന്ന ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ അവസാനമായി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ ഫറാറത്തുൻ ത്വയ്യാറ. ദുനിയാവെന്ന് പറഞ്ഞാൽ ഖദ്ദാഅത്തുൻ, നിന്നെ വഞ്ചിക്കുന്നതാണ്. ദുനിയാവിനെ ഒരു സുന്ദരിയായ പെണ്ണിനോടാണ് ബഹുമാനപ്പെട്ടവർ ഉപമിച്ചത്.
വിശാലമാണ്, ഞാൻ ചുരുക്കി പറയാൻ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ദുനിയാവിന്റെ പിറകെ നീ പോയാൽ, പെണ്ണിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ നിന്റെ സർവ്വതും നശിച്ചു എന്ന് പറയുന്നത് പോലെ ദുനിയാവിന്റെ സൗന്ദര്യം കണ്ടിട്ട് നീ അതിന്റെ പിറകെ നീ പുകഴിക്കൂടണ്ട. അവസാനം നീ നശിക്കും, നീ വഞ്ചിതനാകും. വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ, ദുനിയാവ് നിന്നോട് ചതി പ്രയോഗിക്കും. നിന്നെ വഞ്ചിക്കുക മാത്രമല്ല, നിന്നോട് ചതി പ്രയോഗങ്ങൾ നടത്തും. ഫറാറത്തുൻ, നിനക്കൊരു വിപത്ത് വരുമ്പോ ഈ ദുനിയാവ് ഓടി മാറും. നിനക്കൊരു വിപത്ത് വരുമ്പോ, നിന്റെ മുന്നിൽ അസ്രായിൽ അലൈഹിസ്സലാം വരുമ്പോ, നിനക്ക് സഹായവസ്തുവുമായിട്ട് നീ കൈനീട്ടിയാൽ ഈ ദുനിയാവ് നിന്റെ പിറകെ നിൽക്കൂല, നിന്നെ പിടിച്ചു നിർത്തൂല, പൊയ്ക്കോ എന്ന് പറയും. ഫറാറ, നിന്നെ വിട്ടുകൊണ്ട് ഓടി മാറും. നിനക്കൊരു വിപത്തുണ്ടാകും, തയ്യാറ, നിന്നെ വിട്ടുകൊണ്ട് പറന്നു പോകുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഓർമ്മിച്ചത് എങ്ങനെയാണ്? ശരിയല്ലേ? ആരാ ഈ ലോകത്തുനിന്ന് മരിക്കാൻ നിൽക്കുന്ന മരണത്തിന്റെ മുഖത്ത് നിന്ന് തിരിച്ചു വന്നിട്ടുള്ളവരാരാണ്? അസ്രായിൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ആത്മാവിനെ പിടിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വേളയിൽ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയാകാൻ ഈ ദുനിയാവ് അവൻ അവസരം നൽകിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആർക്കും അവസരം കൊടുത്തിട്ടില്ല. ആ സെക്കൻഡിൽ തന്നെ പിടിച്ചു കൊണ്ടുപോകും. എന്നിട്ടും മനുഷ്യൻ എന്തേ ചിന്തിക്കാത്തത്? എന്നിട്ടും മനുഷ്യൻ എന്തേ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി കരുതലോടുകൂടി മുന്നോട്ട് പോകാത്തത്? മോശപ്പെട്ട വാക്കുകളിലൂടെയും മോശപ്പെട്ടതാകുന്ന വചനങ്ങളിലൂടെയും വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും ഫേസ്ബുക്കിന്റെ അക്കൗണ്ടിലൊക്കെ അശ്ലീലതകൾ എഴുതി നിറച്ചും അശ്ലീലതകൾ പാതിരാത്രി സമയമത്രയും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടു തീർത്തും ഗൂഗിളിലൂടെ WW അടിച്ചുകൊണ്ട് അശ്ലീലക്കപ്പെട്ടതാകുന്ന സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർത്തുമൊക്കെ രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കാൻ മാനവൻ ഇപ്പോഴും മെനക്കെട്ടുകൊണ്ട് തയ്യാറാകുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. അവനൊന്നും മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോഴും അവൻ ദുനിയാവിന്റെ പിറകെയാണ്. ഇത്രയൊക്കെ വിഷയം ഉണ്ടായിട്ടും ഇപ്പോഴും വീണ്ടും വലിയ വിഷയങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വൈറസ് വരുന്നു, അല്ലെങ്കിൽ ഈ കൊറോണ തന്നെ വലിയ ശക്തി പ്രാപിക്കുന്നു എന്നൊരു ഭാഗത്ത് പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ബ്രിട്ടനിൽ അങ്ങനെ നടന്നു, ഇതാ ഇന്ത്യയിൽ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞാലും സൗദിയിലേക്ക് ആളെ കയറ്റുന്നില്ല, ഫ്ലൈറ്റ് കയറ്റുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും ആരും വരുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ മീഡിയയിലൂടെ കേട്ടാലും ഇപ്പോഴും മനുഷ്യൻ പഴയ കോലത്തിൽ തന്നെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരി സംരക്ഷിക്കട്ടെ. ഇപ്പോഴും എങ്ങനെ തന്നെ. ഇപ്പോഴും ആരെങ്കിലും ജുമായ്ക്ക് കറക്റ്റായിട്ട് വരുന്നവർ എത്ര പേരുണ്ട്? ജമാഅത്തുകൾക്ക് കറക്റ്റായിട്ട് വരുന്നവർ എത്ര പേരുണ്ട്? എന്നാൽ ഈ ജുമയും ജമാഅത്തും മുടക്കിയിട്ട് പുറത്തുള്ള ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും നിറസാന്നിധ്യമാണിവൻ. ഈ 2 കാര്യങ്ങൾക്കേ പള്ളിയിൽ വരുന്നതിനെ കൊറോണയെ ഭയക്കുന്നുള്ളൂ. കമ്പോളത്തിൽ പോകുന്നതിന് ഭയപ്പാടില്ല, ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഭയപ്പാടില്ല, ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ തുണിയെടുക്കാൻ പോകുന്നതിന് ഒരു പുരുഷനും ഭയപ്പാടില്ല. 10 വയസ്സുള്ളതാകുന്ന കുട്ടികൾ, അതിന് താഴോട്ടുള്ള കുട്ടികൾക്ക് തടസ്സമുള്ളൂ. 60 വയസ്സ് മുതൽക്കുള്ളതാകുന്ന പുരുഷന്മാർക്ക് തടസ്സമുള്ളൂ. ഇതിനിടയിലുള്ളതാകുന്ന ആളുകൾ എവിടെ ജമാഅത്തിനെവിടെ? നമസ്കരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പള്ളികൾ എത്തിപ്പെട്ടില്ലേ? ഇതിനേക്കാൾ വലിയ ലോകാവസാനത്തിന്റെ അടയാളം വേറെന്ത് പറയാനാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവസാന കാലഘട്ടം എത്തുമ്പോൾ അള്ളാഹ് എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ അല്ലാഹ് എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഈ ലോകത്ത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസൊക്കെ പണ്ട് വഅദ് പറയുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നതാകുന്ന മനുഷ്യൻ അവൻ ചിന്തിക്കും, ഓ അങ്ങനെയൊക്കെ അവസ്ഥ ഇവിടെ വരാൻ, ഇത്രയും റാത്തീബും മൗലൂദ് സദസ്സും ഇത്രയും പള്ളികളിൽ പഴയ കാലഘട്ടങ്ങളെക്കാൾ ചെറുപ്പക്കാര് സജീവമായി പള്ളികളിൽ ഇബാദത്തെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് ഇനി അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എങ്ങനെ ചിന്തിക്കുമെന്ന് കരുതി 1 കൊല്ലം തികഞ്ഞില്ല, ഇതാ 1 കൊല്ലത്തോളം മനുഷ്യനത് കണ്ടുകൊണ്ടിരിക്കാൻ. പള്ളികൾ മുഴുവനും അടക്കപ്പെട്ടു പോയ അവസ്ഥ, തുറന്ന പള്ളികളിൽ പോലും സജീവമാകാത്ത അവസ്ഥ. 1000-ഓളം വരുന്ന കുടുംബങ്ങൾ ഉള്ളതാകുന്ന നമ്മുടെ മഹല്ലുകളിൽ പോലും വഖ്തുകൾക്കും ജുമാഅകൾക്കും എത്ര പേരാണ് പങ്കെടുക്കുന്നത്? ചിന്തിക്കുക. നമസ്കരിക്കാൻ സൗകര്യപ്പെടുന്നതാകുന്ന മഹല്ലുകളിൽ പോലും തൊട്ടടുത്ത് നിസ്കാര പള്ളികൾ, തൈക്കാവുകൾ ഉണ്ടായിട്ട് പോലും നമസ്കാരങ്ങൾക്ക് ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്ന എത്ര മുഅ്മിനീങ്ങളുണ്ട്? നമുക്കൊന്നും ഇതൊന്നും ശ്രദ്ധയൊന്നുമില്ല, നമ്മൾ മരിക്കുമെന്നുള്ളൊരു ചിന്തയില്ല, വേറൊരു ലോകത്തോട് പോയിക്കൊണ്ടിരിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. ആദരവായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമുസ്സാഅ,
ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല സഹാബ. അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം എന്താണ്? പഠിച്ചു വെക്കണേ. അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ലോകത്തില്ലാത്ത അവസ്ഥ കടന്നു വരുമേ, അന്നാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹ് എന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തനുണ്ടാവൂല, അപ്പൊ ഈ ലോകം അവസാനിക്കും. അതുകൊണ്ടല്ലേ മുഹീദ്ദീൻ റാത്തീബിലൊക്കെ അവസാന ഭാഗത്തുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് എന്തേലും അല്ലാഹു 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 അല്ലാഹ്. ഈ നാമം വിളിക്കാതെ, ഈ നാമം ഉച്ചരിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഈ ലോകം എന്ന് എത്തിപ്പെടുന്നു. ലോകാവസാനമാണ്, ലോകാവസാനമാണ്. കേട്ടിട്ടുണ്ടോ റാത്തീബിൽ? അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ഫാത്തി വിളിക്കുമ്പോഴാണ് ഉസ്താദ് സാധാരണ വന്ന് സദസ്സിലിരിക്കാറുള്ളത്. അപ്പോഴാണ് നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ വിളമ്പല്. എല്ലാം കഴിയുമ്പോഴാണ് നമ്മള് അല്ലാഹ് എന്നുള്ള വിളിയാണ് നമ്മുടെ എന്ത് അടയാളം, റാത്തീബ് തീരാറായി എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാ. എല്ലാം തീരാറായി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അണയാൻ പോവാൻ ഇനിയെങ്കിലും കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ പടച്ചവനെ വിളിച്ചു നിന്നോളി. ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ് അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. ഇതൊക്കെ ചെല്ലണം, അപ്പോഴാ മോമിനിങ് ആവുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റാത്തീബൊക്കെ ഓതാനുള്ളതാണ്, ചെല്ലാനുള്ളതാണ്. ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ താൻ ഇട്ടിരിക്കുന്നതാകുന്ന കുപ്പായത്തിന്മേൽ ഒരു പൂച്ച കിടന്ന് ഉറങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവർ ആ കുപ്പായത്തിൻ്റെതാകുന്ന കൈയുടെ ഭാഗം, കാരണം തുണിയില്ലാതെ ആൾക്കാർ മുന്നിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ കൈയുടെ ഭാഗത്താണ് പൂച്ച കിടന്നുറങ്ങുന്നത്. അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ബഹുമാനപ്പെട്ടവർ കത്രിക എടുത്ത് മുറിച്ച് വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോയി. ജമാഅത്ത് മുടക്കാൻ പാടില്ല, എന്നാ പൂച്ചയെ ഉണർത്താനും പാടില്ല. ജീവികളോടുള്ള കാരുണ്യം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെങ്ങാനാണെങ്കിലോ ആ പൂച്ചയെ തല്ലിക്കൊന്ന് കറി വെച്ച് കഴിച്ചിട്ട് പിന്നെ കരിക്കാൻ പോവുള്ളൂ. അത്ര ദേഷ്യമായിരിക്കും. നമ്മുടെ ഡ്രസ്സിലെങ്ങാണം കിടന്നെന്ന് പറഞ്ഞു അതിനെ ഒന്നില്ലെങ്കിൽ അടിച്ചോടിക്കുകയെങ്കിലും ചെയ്യും. അതിൻ്റെ ഉറക്കം പിന്നെ ഒരു 50 ദിവസത്തേക്ക് പിന്നെ അത് ഉറങ്ങൂല. ആ രീതിയിൽ അതിനെ ഓടിച്ചിട്ടുണ്ടാവും, പേടിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്തു? ഒരു കത്രിക എടുത്തിട്ട് തൻ്റെ ഡ്രസ്സിൻ്റെ നല്ല മനോഹരമായ കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗം ബഹുമാനപ്പെട്ടവർ കഷ്ണം മുറിച്ചു. എന്നിട്ട് ആ കുപ്പായത്തിൻ്റെ ബാക്കി എന്ത് വൃത്തികേടായിരിക്കും നമ്മുടെ നോട്ടത്തിൽ അങ്ങനെ ഒരു ഡ്രസ്സ്. പക്ഷെ വൃത്തികേടല്ലല്ലോ. ജീവികളോടുള്ള കാരുണ്യം പറയുക മാത്രമല്ല, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രാവർത്തികമാക്കാൻ കാണിച്ചു കൊടുക്കാൻ. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ തുന്നി ചേർത്തുന്നു. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ ഈ വസ്ത്രത്തിന്മേൽ പൂച്ചയില്ല, അത് പോയിട്ടുണ്ട്, ഉറങ്ങി. അത് ഉറക്കമൊക്കെ കഴിഞ്ഞ് അത് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ബഹുമാനപ്പെട്ടവർ ആ ഡ്രസ്സിന്റെ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇരുന്ന് തുന്നുകയാണ്. സമയം ചെലവഴിക്കുകയാണ് അതിന്. ഇന്നത്തെ പോലെ തയ്യൽ മെഷീനൊന്നും ഇല്ല. തുന്നി ചേർച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത്രേ, എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, അൽഹംദുലില്ലാ. പൂച്ചയ്ക്ക് അതിന്റെ ഉറക്കം കിട്ടി, എനിക്ക് എൻ്റെ ഡ്രസ്സ് പഴയതുപോലെ തിരിച്ചും കിട്ടി. ഈ ഒരു ജീവിതം നമ്മുടെയൊക്കെ എന്നാ സഹോദരങ്ങൾ ഉൾക്കൊള്ളുന്നത്? അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. 2 ആഴ്ച മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു നായയെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന ഒരു മുസ്ലിമായ ഒരു സഹോദരൻ്റെതാകുന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയുടെ ദൃശ്യം വാർത്താ മീഡിയകൾ മുഴുവനും കവർ ചെയ്തിട്ടുണ്ടായി. കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായയെ ജനങ്ങൾ മുഴുവനും ആട്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ നായ എടുത്തുകൊണ്ടുപോയിട്ട് 40 ദിവസത്തോളം പരിപൂർണമായി അതിനുവേണ്ടി ഒരു ടെന്റ് കെട്ടി അതിനെ ശുശ്രൂഷിച്ച് അതിനെ രോഗമുക്തി നേടിക്കൊടുത്തിട്ട് അതിനെ പറഞ്ഞയച്ചു എന്നാണ്.
40 ദിവസമേ ജമാഅത്തിന് പോയെന്നല്ല, പിന്നെന്ത് ചെയ്യുന്നു? 40 ദിവസം എന്ത് ചെയ്തു? ഈ നായെ പരിപൂർണമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടു. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹു. തൻ്റെ ഇബാദത്തുകളൊക്കെ നടക്കുന്നുണ്ട്, മുറയ്ക്ക് നടക്കുന്നുണ്ട്, ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ജീവികളോടുള്ള കാരുണ്യം, കുഷ്ഠരോഗം പിടിച്ചതാകുന്ന ഒരു നായെ കണ്ടാൽ ജനങ്ങൾ മുഴുവനും വെറുക്കുകയും വെറുത്തുകൊണ്ടിരിക്കുകയും കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയും ചെയ്തതാകുന്ന നായയാണ്. പക്ഷെ അതൊരു ജീവിയാണ് എന്ന് മനസ്സിലേക്ക് ബഹുമാനപ്പെട്ടവർ അതിനെ കൊണ്ടുവന്ന് 40 ദിവസത്തോളം അതിനെ ശുശ്രൂഷിച്ചു എന്നാണ്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ജീവിതം. ഇതൊക്കെ ഈ സമൂഹം അറിയണം. ഇന്നത്തെ നവതലമുറ നല്ലതുപോലെ മനസ്സിലാക്കണം. അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ കാരുണ്യമൊക്കെ നമുക്കും നമ്മുടെ മക്കൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ദുനിയാവ് വഞ്ചനയുടേതാകുന്ന ലോകമാണ്. ഇവിടെ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം, എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ആഖിറത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സകറാത്തിൽ മൗത്ത്. ആദം സന്തതികൾ മരണാസന്നമാകുന്ന ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തി നിൽക്കുന്നതാകുന്ന സന്ദർഭം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. ഫയഅതി ഇലൈഹി ഖംസു മലായിക, 5 മലക്കുകൾ അവന്റെ സവിധത്തിലേക്ക് കടന്നു വരുമത്രേ. ഫയഅതിഹിൽ മലകുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നിലകൊള്ളുന്നതായ മനുഷ്യന്റെ ചാരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. അതിൽ 1-ാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് നീങ്ങി നിൽക്കുകയാണ്. വറൂഹുഹു ഫിൽ ഹുൽഖൂം, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിൽ നിലകൊള്ളുന്ന വേളയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 1-ാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരും. 5 മലക്കുകളാണ് മരണാസനായ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വരിക. ഇത് മുങ്കർ നക്കീർ, ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മുങ്കർ നക്കീറോ റഖീബോ അതീദോ ഒന്നുമല്ല. 5 മലക്കുകൾ സെപ്പറേറ്റ് ആകുന്ന മലക്കുകൾ കടന്നു വരും. അസ്രായിൽ അലൈഹിസ്സലാമോ ഇസ്രാഫീൽ അലൈഹിസ്സലാമോ ജിബ്രീൽ അലൈഹിസ്സലാമോ ഒന്നുമല്ല. വേറെ 5 മലക്കുകൾ, സെപ്പറേറ്റ് ഉള്ള 5 മലക്കുകൾ വരും. എന്നിട്ട് 1-ാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരും. വറൂഹുഹു ഫിൽ ഹുൽഖൂം, അവന്റെ ആത്മാവ് അപ്പോൾ തൊണ്ടക്കുഴിയിൽ നിലകൊള്ളുന്നുവെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആത്മാവ് തൊണ്ടക്കുഴിയിൽ നിലകൊള്ളുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയസ്അലു ലഹു, അവനോട് ആ മലക്ക് ചോദിക്കുമത്രേ. ഇതൊക്കെ നടക്കാനിരിക്കുന്ന സംഭവമാണ്. നമ്മൾ നേരിട്ട് മനസ്സിലാക്കേണ്ടുന്ന രംഗങ്ങൾ. മരിച്ചുപോയതാകുന്ന ആളുകൾ അവരുടെ മരണവേളയിൽ അവർക്കൊക്കെ വ്യക്തമായി ഈ വിഷയങ്ങളൊക്കെ കണ്ടു മുന്നേറിയവരാണ്. നമ്മൾ ആ രംഗം ഇനി എത്താനുണ്ട്, ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടം നമുക്കതാണ്. മനുഷ്യ ജീവിത ഘട്ടങ്ങളിൽ 3-ാമത്തെ ഘട്ടം അതാണല്ലോ. 1-ാമത്തെ ഘട്ടം ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ ലോകം ആലമുദ്ദുന്യയാണ്, ഈ ഭൗതികമായ ലോകമാണ്. ഇത് നമുക്ക് കഴിയാറടുത്തിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും കഴിയാം. ഈ പ്രസംഗം മുഴുവിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പരിപൂർണമായി കേൾക്കുന്നവരാകുമെന്ന് നിങ്ങൾക്കും ഉറപ്പിക്കാൻ വകയില്ല. വയസ്സിലല്ല കാര്യമിരിക്കുന്നത്. ഏത് സെക്കൻഡിലും എപ്പോഴും എവിടെ വെച്ചും മനുഷ്യൻ മരണത്തെ പുൽകാം. അങ്ങനെയാണ് ലോകത്തിന്റെ അവസ്ഥ. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എവിടെ വെച്ചും മരിക്കാം. ഇന്നലെയും ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പ്രവാസിയായ മനുഷ്യൻ, അദ്ദേഹം ഒരു കടയിൽ കോഫി ഷോപ്പിൽ കയറി ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ ഭക്ഷണത്തിന് ശേഷം കുടിച്ച് ഒരു ഇറുക്കങ്ങോട്ട് ഇറക്കിയതിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹം കുഴഞ്ഞ് താഴോട്ട് വീഴുന്ന CCTV ദൃശ്യം. അള്ളാഹു ആ സഹോദരന് പരിപൂർണ മഗ്ഫിറത്ത് നൽകട്ടെ. നാട്ടിലും കുടുംബാദികൾ ആരും അറിയുന്നില്ല. ഈ ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിക്കുന്ന രംഗം വ്യക്തമായി അതിൽ പതിഞ്ഞത്.
എവിടെ വെച്ചും മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നല്ല ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനികൾ അവനെ വിലക്കെടുത്തിട്ടുള്ളത് ഇല്ലേ? ഗൾഫിലേക്ക് വരുന്നതാകുന്ന റിക്രൂട്ട്മെന്റ് ഒക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കി, 20ന്റെയും അല്ലെങ്കിൽ 25ന്റെയും 45ന്റെയും ഇടയിൽ പ്രായമുള്ളവരെ മതി, അല്ലാത്തവരെ വേണ്ട. അങ്ങനെ ആരോഗ്യമുള്ള വ്യക്തിയാണ്. 45 കഴിയുമ്പോൾ തിരിച്ചു പോയിക്കോ, 25 വയസ്സെത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ വേണ്ട. നല്ല ആരോഗ്യമുള്ള കാലഘട്ടം മുഴുവനും അവൻ സൗദിയിലും മറ്റുള്ളതാകുന്ന ഗൾഫ് രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെടുന്നതിനിടയിൽ അവന് സംഭവിക്കാണ് മരണം. ഇതുപോലെ തന്നെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികളാകുന്ന ആളുകൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പെരുമാതൃ നിവാസികളുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചൊരിയട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്, നഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത്. പെട്ടെന്നുള്ളതാകുന്ന മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുരിതങ്ങൾ അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. നാടിനെ നടുക്കുന്ന മരണങ്ങൾ, ചെറുപ്പക്കാർ നാടിന് നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് മരണപ്പെട്ടു പോവാൻ എത്രയോ കഥകൾ അങ്ങനെയുണ്ട്. ഈ അടുത്തിടെ മരണപ്പെട്ടു പോയി 2 ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ കരുനാഗപ്പള്ളിയിൽ. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നു. നാടിനെ നടുക്കുന്ന മരണം പിറ്റേ ദിവസം പത്രങ്ങളിലും അല്ലെങ്കിൽ തലേ ദിവസങ്ങളിൽ വാർത്ത മീഡിയ മാനങ്ങൾ ചാനലുകൾക്ക് നിറയാൻ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ ആർക്കും മറക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങളോളം കുടുംബാന്തരീക്ഷം ദുഃഖത്തിൽ തളം കെട്ടി നിലകൊള്ളും. പക്ഷെ മനുഷ്യൻ മരണത്തെ പുൽകേണ്ടി വരും, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ തൊണ്ടക്കുഴി റൂഹത്ത് നിൽക്കുന്ന വേളയിൽ 5 മലക്കുകളിൽ 1ാമത്തെ മലക്ക് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുമെന്നാണ്. എന്നിട്ട് ആ മലക്ക് അവനോട് ചോദിക്കുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ أين أهلك وقرابتك وما أوحشك منهم اليوم. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള വല്ലാത്ത രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ ആ രംഗത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലയോ? കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. ഈ ദുനിയാവിൽ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തവനാകട്ടെ, നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിയവനാകട്ടെ, അതാ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രംഗം ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള വല്ലാത്ത രംഗമാണ്. ലോകത്തുള്ളതാകുന്ന സർവ്വ സമുദ്രങ്ങളിലെയും ജലാശയത്തിലെയും വെള്ളം കൊണ്ടുവന്ന് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം ശമിക്കൂല സാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതല്ലേ സകറാത്തിന്റെ ഹലിനെ കുറിച്ച് പഴയ കാലഘട്ടം മുതലേ ഉമ്മമാരും ഉപ്പമാരും വല്ലാതെ അപരാധിപ്പെടുന്നത്. ഏത് ആലിമിനെ കണ്ടാലും, ഏത് സൽക്രമം ചെയ്താലും, എന്ത് ദാനധർമ്മം ചെയ്താലും, ഏത് പള്ളിക്ക് വേണ്ടി സംഭാവന കൊടുത്താലും, ഏത് യതീം മക്കളുടെ തലയിൽ തലോടിയാലും, ഏത് പാവങ്ങളുടെ കണ്ണീരപ്പിയാലും എല്ലാവരുടെയും ആവശ്യം ഒന്ന് മാത്രമാണ്, ആഖിബത്ത് നന്നാകണേ ഉസ്താദേ, അന്ത്യം രക്ഷപ്പെടണേ, രക്ഷപ്പെടണേ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ആർക്കാണ് ആഖിബത്ത് നന്നാകേണ്ടത്? ആർക്കാണ് പെങ്ങളെ ആഖിബത്ത് നന്നാകേണ്ടത്? ഈ ദുനിയാവിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കണേ, നയിക്കണേ. പരസ്പരം കലഹിക്കാതെ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് പാങ്ക് മുഴങ്ങുമ്പോ കൃത്യമായി നമസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സഹോദരിമാരുണ്ടോ? ഭർത്താവിനോടുള്ള കടമകൾ പാലിച്ചവളാണോ? മാതാപിതാക്കൾ അനുസരിച്ചവരാണോ? കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിച്ചുകൊണ്ട് മുന്നേറിയവരാണോ? അയൽപക്ക ബന്ധങ്ങൾ വലിയ കണക്കായി മനസ്സിലാക്കിക്കൊണ്ട് ആ ബന്ധങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണോ? ഒരാളോടും അനാവശ്യം പറയാതെ നാവിനെ സംരക്ഷിച്ചിട്ടുള്ളവരാണോ? കൈ
കൊണ്ട് ഹറാം ചെയ്യാതെ, കാതുകൊണ്ട് ഹറാം പ്രവർത്തിക്കാതെ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിക്കാതെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, കാതുകൊണ്ട് ഹറാം കേൾക്കാതെ, ഹൃദയം കൊണ്ട് ഹറാം ചിന്തിക്കാതെ, നാവ് കൊണ്ട് ഹറാം സംസാരിക്കാതെ, കണ്ണുകൊണ്ട് ഹറാമായതിലേക്ക് നോക്കാതെ, എല്ലാം പടച്ചറപ്പിലേക്ക് അല്ലാഹുവിലേക്ക് എന്ന് മനസ്സിലാക്കി, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ സുഹൃതം, എന്റെ ജീവിതമെല്ലാം അല്ലാഹുവിനാണ്, പടച്ചറപ്പിനാണ്. അവനാണ് ഈ ലോകത്തിന്റെ സംരക്ഷകൻ, അവനാണ് ഈ ലോകത്തിന്റെ സർവാധിപതി, അവനാണ് ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ, അവന് വേണ്ടിയാണ് എന്റെ ജീവിതമെന്ന് കരുതി ജീവിക്കുന്ന സഹോദര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുക, അവർക്ക് മാത്രമാണ് മരണം റാഹത്താക്കാൻ പറ്റുക. അല്ലാതെ ഈ ദുനിയാവിൽ കള്ളുകുടിച്ചവർ, ഈ ദുനിയാവിൽ വിചരിച്ചവർ, ഈ ദുനിയാവിൽ മോശമായ പ്രവർത്തനങ്ങളുമായി മോശപ്പെട്ട ജീവിതവുമായി കഴിഞ്ഞു നീങ്ങിയവരെ ഇദാ ബലഗതി തറാഖിയ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്നതായ വേള അസ്റായീൽ അലൈഹിസ്സലാമും 500 മലക്കുകളും കടന്നു വന്നുകൊണ്ട് വലതുകാലിന്റെ ഭാഗത്ത് 250 മലക്കുകൾ തമ്പടിച്ചിട്ട് അവന്റെ വലതുകാലിന്റെ പള്ളവരലിലൂടെ 250 മലക്കുകൾ 50 മലക്കുകൾ വീതം ഘട്ടം ഘട്ടമായി ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവിനെ വലത് ഭാഗത്തിലൂടെ കൊണ്ടുവരികയാണ്. ബാക്കിയുള്ള 250 മലക്കുകൾ, 500 മലക്കുകളിൽ നിന്ന് വലത് ഭാഗത്ത് 250 മലക്കുകൾ ആത്മാവിനെ വലതുകാലിലൂടെ റൂഹിനെ പിടിച്ചുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന രംഗം ബാക്കിയുള്ള 250 മലക്കുകൾ ഇടതുകാലിന്റെ തള്ളവരയിലൂടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ അണ്ണനാണത്തിലേക്ക് അവന്റെ ശ്വാസങ്ങൾ മുഴുവനും ഇല്ലാതാക്കി തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്, ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്, ആരാണ് എന്നെയൊന്ന് മന്ത്രിച്ചൂതാനുള്ളത്. ദുനിയാവിൽ എനിക്ക് വിഷമം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് പ്രയാസം വരുമ്പോ, ദുനിയാവിൽ എനിക്ക് കൈക്ക് കടച്ചിൽ വരുമ്പോ, കാലിന് തരിപ്പ് വരുമ്പോ, എനിക്ക് തലവേദന ഉണ്ടാകുമ്പോ, ഞാൻ ക്യാൻസറിന്റെ വേദന കൊണ്ട് പൊളയുമ്പോ ഖുർആൻ ഓതി മന്ത്രിച്ചൂതിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആരാണ് എനിക്കൊന്ന് ഓതിത്തരാനുള്ള സൂഫിയാക്കൽ? ആരാണ് എനിക്കൊന്ന് ഓതിത്തരാനുള്ളത്? വളന്ന അന്നഹുൽ ഫിറാഖ്, വ്യക്തമായവൻ മനസ്സിലാക്കുകയാണ്, ഇതെന്റെ അവസാനത്തെ യാത്രയാണ്, മടക്കമില്ലാത്ത യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. ഇനി തന്റെ കുടുംബത്തിലേക്ക്, ഇനി തന്റെ വീട്ടിലേക്ക്, ഇനി തന്റെ നാട്ടുകാരിലേക്ക്, ഇനി തന്റെ അയൽവാസികളിലേക്ക്, ഇനി തന്റെ കുടുംബത്തിന്റെ നാഥനായി, ഇനി തന്റെ കുടുംബത്തിന്റെ രക്ഷകനായി, ഇനി മക്കളുടെ ഉപ്പയായി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവായി ഇനി ഞാൻ വീട്ടിലേക്ക് വരുകയില്ല. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയം അവനെ തിരിച്ചറിയുകയാണ്. ഇനി നമസ്കരിക്കാൻ പള്ളിയുടെ ബാങ്ക് വിളിച്ചാൽ പോകാൻ പറ്റൂല, ഇനി ജുമഅക്ക് ആഗ്രഹിച്ചാലും, ഇനി ജമാഅത്തിന് ആഗ്രഹിച്ചാലും, ഇനി എനിക്ക് പള്ളിയിൽ മുസല്ല വിരിച്ചുകൊണ്ട് ഒരു വേള പോലും നമസ്കരിക്കാൻ പറ്റൂലല്ലോ. വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്
ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് അവന്റെ കാല് വെച്ചുകൊണ്ട് അവൻ ഉരസുകയാണ്. വേദന കൊണ്ട് പൊളിയുന്ന രംഗമാണ്. മരണത്തിന്റെ മുഖം ഖുർആൻ വിവരിക്കുകയാണ്. തീർന്നില്ല വൽതഫത്തിസ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അവന്റെ നാഥന്റെ ഹളറത്തിലേക്ക്, അവന്റെ റബ്ബിന്റേതാകുന്ന തിരുസവിധത്തിലേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ആ റബ്ബാണ് അവനെ സൃഷ്ടിച്ചത്, ആ റബ്ബാണ് അവനെ പരിപാലിച്ചത്, ആ റബ്ബാണ് അവനെ വിവാഹം ചെയ്യിപ്പിച്ചത്, ആ റബ്ബാണ് അവന് സാലിഹത്തായ ഇണയെ നൽകിയത്, ആ റബ്ബാണ് അവന് മക്കളെ അല്ലാഹു നൽകിയത്. ആ റബ്ബിനെ മറന്നുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, വ്യഭിചരിച്ചുകൊണ്ട് നടന്നവളല്ലയോ, സിനിമ കണ്ടുകൊണ്ട് നടന്നവനല്ലയോ, സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നു പോയവരല്ലയോ. ഇനി മടക്കമില്ല ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ സദ്ദഖ വലാ സല്ലാ. ജീവിതത്തിൽ അവൻ സത്യസന്ധത പുലർത്തിയിട്ടില്ല, ജീവിതത്തിൽ ഒരു സദഖയും അവൻ ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്താത്തവനാണ്, പള്ളി കയറുന്നത് അറപ്പാണ്, നമസ്കരിക്കുന്നവന് ശീലമില്ലാത്തവനാണ്. കൊറോണയുടെ ഘട്ടം മുതൽ ഇന്ന് വരെ ഒരൊറ്റ ജുമാ പോലും അവൻ നമസ്കരിച്ചിട്ടില്ല. ജമാഅത്തുകൾക്ക് പരിപൂർണമായ വിമുഖത കാണിച്ചവനാണ്, നമസ്കാരങ്ങളെ വെച്ച് പിന്തിപ്പിച്ചവളാണ്, ജുമാ നമസ്കാരത്തെ വെച്ച് പിന്തിപ്പിച്ച മനുഷ്യനാണ്. നമസ്കാരങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിതത്തിന്റെ നാന്ദിക്ക് വേണ്ടി മുന്നോട്ട് പോയവനാണ്. വലാകിൻ കല്ലബ വതവല്ല. ഈ ദുനിയാവിലെ റബ്ബിനെ കളവാക്കിക്കൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് വരുന്നവനാണ്. വാല് കേൾക്കാതെ, നമസ്കാരം ചിട്ടവെക്കാതെ, അള്ളാഹുവിനെ മറക്കുന്നതായ ആചാരങ്ങളുമായി മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയലുകൾ ദർശിക്കാനും തന്റെ രാത്രിയുടെ യാമങ്ങളെ സജീവമാക്കിയവന്. വലാകിൻ കല്ലബ വതവല്ല ثم ذهب إلى أهله يتمطى. ഖുർആൻ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് വാചാലനാവുകയാണ്. അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു നടന്നത്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ പോയിക്കൊണ്ട് പറഞ്ഞത് അഹങ്കാരത്തോടുകൂടിയാണ്. എനിക്ക് മരണമുണ്ടാവുകയില്ല, എനിക്ക് ഖബറുണ്ടാവുകയില്ല, ഞാൻ മഹ്ശറിൽ വിശ്വസിക്കുന്നില്ല. അവന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് അത്തരത്തിലായി, അവന്റെ ഫേസ്ബുക്കിൻ്റെതാകുന്ന രീതികൾ അത്തരത്തിലായി മാറി. നന്മയാർന്ന പ്രവർത്തനങ്ങളില്ലാതെ ആരെക്കുറിച്ചും മോശത്തരം കമന്റ് ചെയ്തുകൊണ്ട് മുന്നേറാൻ അവൻ തുനിഞ്ഞവനാണ്. ആലിമീങ്ങളെ കുറിച്ച്, ദീനിന്റെ അഹ്ലുകാരെ കുറിച്ച് അനാവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയവനാ. സുബ്ഹാനല്ലാഹ് ഔലാ ലക ഫഔലാ. അവന്റെ മുന്നിൽ വന്നുകൊണ്ട് മലക്ക് പറയുകയാണ്, നിനക്ക് ബന്ധപ്പെട്ടതാകുന്ന ശിക്ഷയാണ് ഇനി നൽകാൻ പോകുന്നത്. വല്ലാത്ത രംഗമാണ്. 500 മലക്കുകൾ കൂടി ആത്മാവിനെ വേർപെടുത്തുകയാണ്.